അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പതിറ്റാണ്ടുകളായി നയിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രകൾക്കും ഔദ്യോഗിക സംസ്ഥാന ശവസംസ്കാര ചടങ്ങുകൾക്കുമായി രാജ്യം ഒരുങ്ങുമ്പോൾ ലോകശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് ഒരാളിലേക്കാണ്. പിതാവിന്റെ വിയോഗത്തോടെ ഇറാന്റെ പുതിയ പരമാധികാര നേതാവായി ചുമതലയേറ്റ മകൻ മുജ്തബ ഖമേനി ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ? കാത്തിരിക്കുകയാണ് ലോകം. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൊന്നിനാണ് രാജ്യം സാക്ഷിയാകാൻ ഒരുങ്ങുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾക്കായി രാജ്യം തയ്യാറെടുക്കുന്നു. ജൂലൈ 4 ടെഹ്റാനിൽ ആരംഭിക്കുന്ന ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളോടെയാണ് ഇപ്പോൾ ലോകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജൂലൈ 9 മഷ്ഹദിൽ സംസ്കാരം പൂർത്തിയാകുന്നതുവരെ വിവിധ നഗരങ്ങളിൽ വിലാപയാത്രകളും അനുസ്മരണ ചടങ്ങുകളും സംഘടിപ്പിക്കാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ചടങ്ങുകളേക്കാൾ കൂടുതൽ ചർച്ചയാകുന്നത് പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയുടെ സാന്നിധ്യമാണ്. ഇറാന്റെ ഔദ്യോഗിക നിലപാട് പ്രകാരം അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുജ്തബ രാജ്യത്തിന്റെ പരമോന്നത നേതൃസ്ഥാനത്തേക്ക് എത്തിയത്. ഈ ആക്രമണത്തിൽ മുജ്തബയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മുഖത്തും കാലിനും പരിക്കേറ്റതായി ഔദ്യോഗിക വൃത്തങ്ങൾ പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പൊതു സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായത്. സ്ഥാനമേറ്റെടുത്ത ശേഷവും മുജ്തബ ഖമേനി ഒരു പൊതുപരിപാടിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വീഡിയോ സന്ദേശമോ പൊതുപ്രസംഗമോ പോലും പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയ എല്ലാ പ്രസ്താവനകളും സർക്കാർ മാധ്യമങ്ങളിലൂടെയോ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയോ മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. ഇതോടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. എന്നാൽ ആരോഗ്യനില മെച്ചപ്പെടുകയാണെന്നും സുപ്രധാന തീരുമാനങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ പിന്നീട് വിശദീകരിച്ചിരുന്നു. മാർച്ചിൽ സ്ഥാനമേറ്റെടുത്തതിന് ശേഷം വന്ന ആദ്യ ഔദ്യോഗിക സന്ദേശത്തിലും മുജ്തബ ഖമേനി കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഇറാന്റെ പരമോന്നത നേതാവെന്ന നിലയിൽ ജനങ്ങൾക്ക് മുന്നിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടാനുള്ള വേദിയായി പിതാവിന്റെ ശവസംസ്കാര ചടങ്ങ് മാറുമോ? രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതനുസരിച്ച് ഇതൊരു കുടുംബപരമായ ചടങ്ങ് മാത്രമല്ല, ലോകത്തിന് മുന്നിൽ പുതിയ നേതൃത്വത്തിന്റെ ശക്തിയും ഭരണത്തുടർച്ചയും പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയാണ്. ജൂലൈ 4 ആരംഭിക്കുന്ന ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് പ്രധാന മതകേന്ദ്രങ്ങളിലൂടെ വിലാപയാത്രകൾ കടന്നുപോകും. ജൂലൈ 9 മഷ്ഹദിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.